CBSE ക്ലാസ് 12 ഫിസിക്സിലെ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിനൊക്കെയാണ് ബോർഡ് എക്സാമിന് ചോദിക്കുന്നതെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ വെയിറ്റേജ് ഏതൊക്കെ ചാപ്റ്ററിന് എത്രയാണ് എന്നറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റർ ഏതാണ്, വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ഏതാണെന്നൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം +2 ഫിസിക്സിലെ ഏതൊക്കെ ചാപ്റ്റർ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. തേർഡ് ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി. ഫോർത്ത് ചാപ്റ്റർ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഫിഫ്ത്ത് ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. സിക്സ്ത് ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സെവൻത് ചാപ്റ്റർ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. എയ്ത്ത് ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. നയൻത് ചാപ്റ്റർ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. 10th ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ്. 11th ചാപ്റ്റർ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. 12th ചാപ്റ്റർ ആറ്റംസ്. 13th ചാപ്റ്റർ ന്യൂക്ലിയൈ. 14th ചാപ്റ്റർ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. ഇനി വെയിറ്റേജിലോട്ട് വരുമ്പോൾ തിയറി എക്സാം 70 മാർക്സിനും പ്രാക്ടിക്കൽ 30 മാർക്സിനുമാണ്. എക്സാം ടൈം 3 hours ആണ്. ടോട്ടൽ മാർക്ക് 100-നാണ്. അതിൽ 70 മാർക്സ് തിയറിക്കും 30 മാർക്സ് പ്രാക്ടിക്കലിനും കൂടെയാണ്. ഇനി ഓരോ ചാപ്റ്റർ വൈസ് വെയിറ്റേജിലേക്ക് പോകാം. ഫസ്റ്റ് യൂണിറ്റാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിൽ 2 ചാപ്റ്റർ ഉണ്ട്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും. ഇനി അടുത്ത സെക്കൻഡ് യൂണിറ്റാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. അതിൽ ഒരു ചാപ്റ്ററാണുള്ളത്, കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഫസ്റ്റത്തെ 2 യൂണിറ്റും 16 മാർക്സിനാണ്. ആദ്യത്തെ 3 ചാപ്റ്റർ 16 മാർക്സാണ് വെയിറ്റേജ് വരുന്നത്. അടുത്തത് മൂന്നാമത്തെ യൂണിറ്റാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റിസം. അതിൽ 2 ചാപ്റ്റർ ഉണ്ട്, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസവും മാഗ്നറ്റിസം ആൻഡ് മാറ്ററും. നാലാമത്തെ യൂണിറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറൻസ് ആണ്. ഇതിലും 2 ചാപ്റ്റർ വീതം, EMI ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും AC ഓൾട്ടർനേറ്റിംഗ് കറണ്ടും. അപ്പോൾ മൂന്നാമത്തെ യൂണിറ്റും നാലാമത്തെ യൂണിറ്റും കൂടെ ടോട്ടൽ 17 മാർക്സാണ് വെയിറ്റേജ്. അതായത് മൂന്നാമത്തെ യൂണിറ്റിലെ 2 പാഠവും നാലാമത്തെ യൂണിറ്റിലെ 2 പാഠവും, ടോട്ടൽ 4 പാഠം കൂടെ 17 മാർക്സാണ് വെയിറ്റേജ്. അടുത്ത 5ാമത്തെ യൂണിറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ചാപ്റ്ററിൻ്റെ പേരും EM വേവ്സ് എന്നാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നാണ്. ഇനി 6ാമത്തെ യൂണിറ്റ് ഒപ്റ്റിക്സ് ആണ്. അതിൽ 2 ചാപ്റ്റർ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസും വേ ഒപ്റ്റിക്സും. അപ്പോൾ 5ാമത്തെ യൂണിറ്റിലുള്ള ചാപ്റ്ററും 6ാമത്തെ യൂണിറ്റിലുള്ള ചാപ്റ്ററും എല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ 18 മാർക്സാണ് വെയിറ്റേജ് വരുന്നത്. അടുത്ത 7ാമത്തെ യൂണിറ്റിലും 8ാമത്തെ യൂണിറ്റിലുമായിട്ട് 3 ചാപ്റ്റർ ഉണ്ട്, ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, ആറ്റംസ്, ന്യൂക്ലിയൈ. അപ്പോൾ ഈ 3 ചാപ്റ്ററും കൂടെ ടോട്ടൽ വെയിറ്റേജ് വരുന്നത് 12 മാർക്സാണ്. ഇനി ലാസ്റ്റത്തെ യൂണിറ്റ് 9ാമത്തെ യൂണിറ്റിൽ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വെയിറ്റേജ് ആയിട്ട് വരുന്നത് 7 മാർക്സാണ്. അങ്ങനെ ടോട്ടൽ എല്ലാ യൂണിറ്റുകളും കൂടെ ചേർത്ത് 70 മാർക്സിനാണ് തിയറി എക്സാം ഫിസിക്സിൻ്റെ. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, +2 ഫിസിക്സിലെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ് റേ ഒപ്റ്റിക്സ്, പിന്നെ വേവ് ഒപ്റ്റിക്സ്, പിന്നെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ആ 3 ചാപ്റ്ററും കൂടെയാണ് 18 മാർക്സ്. ഇനി അത് കഴിഞ്ഞ് ഏറ്റവും വെയിറ്റേജ് കൂടിയത് മാഗ്നറ്റിസം, മൂവിംഗ് ചാർജസ്, പിന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, AC, പിന്നെ EMI ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ 4 ചാപ്റ്ററിൽ നിന്നും 17 മാർക്സാണ് വെയിറ്റേജ് ആയിട്ട് വരുന്നത്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അത് കഴിഞ്ഞ് വെയിറ്റേജ് കൂടിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ 3 ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സും കറണ്ട് ഇലക്ട്രിസിറ്റിയും, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ 2 ചാപ്റ്ററും പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി, ഈ 3 ചാപ്റ്ററിൽ നിന്നും കൂടെ 16 മാർക്സിന് ബോർഡ് എക്സാമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് വെയിറ്റേജ് വൈസ് കുറഞ്ഞ ചാപ്റ്റേഴ്സ് മോഡേൺ ഫിസിക്സിലെ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഡ്യുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയൈ, ഈ 3 ചാപ്റ്ററും കൂടെ 12 മാർക്സാണ് വെയിറ്റേജ് വരുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ സെമി കണ്ടക്ടർ 7 മാർക്സിന് ആണ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് വെയിറ്റേജുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. ഇനി CBSE +2 ഫിസിക്സ് എക്സാമിനെ പറ്റി പറയാം. അതായത് കഴിഞ്ഞ വർഷം 2025 CBSE ബോർഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 വിഷയങ്ങൾക്ക് എസ്പെഷ്യലി ഫിസിക്സ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരിതാണ്. എന്താണ് ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു പാറ്റേൺ, CBSE എക്സാം സാധാരണ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നും ട്വിസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു JE ബേസ്ഡ് അല്ലെങ്കിൽ കീം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫിസിക്സിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ബോർഡിൽ 2025 ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ CBSE ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ നെറ്റിലൊക്കെ കിട്ടും, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. JE ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ, കീം ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ആയതിനാൽ തന്നെ ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം CBSE ഫിസിക്സ് എക്സാമിൽ ഉണ്ടായത്. പിന്നെ ബയോളജി ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്തി ആക്കിയിട്ടുണ്ട്. അതായത് നല്ലവണ്ണം വായിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. മീൻസ് നല്ല ഇതാക്കി കളഞ്ഞു. ഫിസിക്സിൻ്റെ കേസിൽ എന്താണ്, സ്റ്റുഡൻസ് കുറേ പേർക്ക് ഇതിൻ്റെ മാർക്സൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇത് കാരണം എക്സാം ഡിഫിക്കൽട്ട് ആയതിനാൽ കുറേ പേർക്ക് മാർക്സ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2026 നമുക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ ഹയർ ലെവലിൽ എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ആയതിനാൽ നിങ്ങൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഫിസിക്സിന് പ്രാക്ടീസ് ചെയ്യുക.
ഓരോ വർഷവും CBSE അവരുടെ സാമ്പിൾ പേപ്പേഴ്സ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രീവിയസ് ഇയേഴ്സിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ പുതിയ പാറ്റേൺ 2025 പുതിയ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. പിന്നെ ഫിസിക്സിൻ്റെ സൈഡിൽ നിന്ന് ധാരാളം ന്യൂമറിക്കൽസ് ആണ് കൂടുതലായിട്ടും പ്രതീക്ഷിക്കാവുന്നത്. കഴിഞ്ഞ വർഷം അധികം ഡെറിവേഷൻസ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. കുറച്ച് ഡെറിവേഷൻ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. റേ ഒപ്റ്റിക്സിൽ നിന്ന് ധാരാളം ഡെറിവേഷൻ ഉള്ള ഒരു ചാപ്റ്ററാണ്, നിങ്ങൾക്കറിയാം. റിയാലിറ്റി എന്തെന്ന് വെച്ചാൽ അതിൽ നിന്നും അങ്ങനെ കാര്യമായിട്ട് ഡെറിവേഷൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ മിക്കവാറും എല്ലാ സ്റ്റുഡൻസും ഡെറിവേഷൻസ് ആയിരിക്കും കൂടുതൽ നേരെ ഇരുന്ന് പഠിക്കുന്നത്. ബട്ട് എക്സാമിന് പോകുമ്പോൾ അങ്ങനെ ഡെറിവേഷൻസ് ഒന്നും ചിലപ്പോൾ കാര്യമായിട്ട് ചോദിക്കണമെന്നില്ല. കഴിഞ്ഞ വർഷത്തെ ഫിസിക്സ് എക്സാം ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഈ ഡെറിവേഷൻ മാത്രം പഠിച്ച് പോയവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നു എക്സാം. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഡെറിവേഷൻ മാത്രം പഠിച്ച് പോവാതിരിക്കുക. മീൻസ് ഡെറിവേഷൻ പഠിക്കാതിരിക്കണമെന്നല്ല പറയുന്നത്. ഡെറിവേഷൻസും പഠിക്കുക. അതിനോടൊപ്പം ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നമുക്കറിയാം CBSE എന്ന് പറയുമ്പോൾ ആ സിലബസ് ഓരോ വർഷവും അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരികയാണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. NCERTയിലെ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. പിന്നെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. പിന്നെ തിയറിയൊക്കെ പഠിക്കുക. പ്രാക്ടിക്കലിന് 30 മാർക്സ് ആണ്. നിങ്ങളുടെ റെക്കോർഡ്, പിന്നെ നിങ്ങളുടെ പ്രോജക്റ്റ്, പിന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻ്റെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ലാബിൽ ചെയ്ത് എക്സാമിനറിനെ കാണിച്ചു കൊടുക്കണം. പിന്നെ എക്സാമിനർ അത് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനെയാണ് വൈവ എന്ന് പറയുന്നത്. ഈ വൈവയ്ക്കും മാർക്ക് ഉണ്ടായിരിക്കും. സോ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ടോട്ടൽ 30 മാർക്സ് നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് കിട്ടുന്നത്. ഫസ്റ്റ് നിങ്ങളുടെ സ്കൂളിൽ നിന്നും ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. എങ്ങനെയാണ് പ്രാക്ടിക്കലൊക്കെ ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അത് കഴിഞ്ഞ് ഒരു ജനുവരി പകുതിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്കോടെ അനുബന്ധിച്ച് തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ കഴിയും. അതായത് ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊന്നും ആവാൻ സാധ്യതയില്ല. ജനുവരി ലാസ്റ്റോടെ തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ സ്കൂളിൽ കഴിയും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്ത CBSEയിലെ +2 ബോർഡ് എക്സാം ആണ്. ഫിസിക്സിൻ്റെ +2 ബോർഡ് എക്സാം വരുന്നത് ഫെബ്രുവരി 20 വെള്ളിയാഴ്ചയാണ്. സയൻസുകാരുടെ ഫസ്റ്റത്തെ പരീക്ഷയാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രാക്ടിക്കലിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട എക്സ്പെരിമെൻറ്റ്സ് ഏതൊക്കെയെന്ന് പറയാം. ഫസ്റ്റ് വൺ ഓംസ് ലോ, സെക്കൻഡ് വൺ കോൺകേവ് മിറർ, തേർഡ് വൺ കോൺവെക്സ് മിറർ, ഫോർത്ത് വൺ കോൺകേവ് ലെൻസ്, ഫിഫ്ത്ത് വൺ കോൺവെക്സ് ലെൻസ്. പിന്നെ സിക്സ്ത് വൺ പ്രിസം ID കർവിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം അത് കാണിക്കാനാണ്. ഇനി സെവൻത്ത് വൺ എന്ന് പറയുന്നത് മീറ്റർ ബ്രിഡ്ജാണ്. സോ ഇത്രയും എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. എസ്പെഷ്യലി ഓംസ് ലോ ചോദിച്ച് സ്ഥിരം കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രാക്ടിക്കലിന്. പിന്നെ കോൺകേവ് മിറർ, പിന്നെ കോൺവെക്സ് ലെൻസ്, അങ്ങനെയുള്ളതൊക്കെ മിറർ ലെൻസിൻ്റെയൊക്കെ അത്. പിന്നെ പ്രിസം ID കർവിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റ്. പിന്നെ ഇതല്ലാതെ നിങ്ങളുടെ സ്കൂളിൽ വേറെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ആ എക്സ്പെരിമെൻറ്റ്സും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് എടുക്കുക, ഓംസ് ലോ എടുക്കുക. അതിൽ വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ എയിം എഴുതണം. എയിം എന്ന് പറയുമ്പോൾ ആ എക്സ്പെരിമെൻറ്റ് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് എയിം. ക്വസ്റ്റ്യൻ നോർമലി ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ എയിമായിട്ട് വരുന്നത്. ടു ഡിറ്റർമിൻ ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ യൂസിങ് ഓംസ് ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എയിം എഴുതുക. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പാരറ്റസ് അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെ. നമ്മൾ ഡിവൈസസ് ആയിട്ടുള്ള വോൾട്ട് മീറ്റർ ഉപയോഗിക്കും, അമ്മീറ്റർ ഉപയോഗിക്കും, പിന്നെ റിയോസ്റ്റാറ്റ് നമ്മൾ ഉപയോഗിക്കും, പിന്നെ കോപ്പർ വയർ ഉപയോഗിക്കും. സോ അതൊക്കെ എഴുതി വയ്ക്കും. നിക്രോം വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെയാണ് റെസിസ്റ്റൻ്റ് വയർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം ഉണ്ട്. കണക്ഷൻ ഡയഗ്രാം തീർച്ചയായിട്ടും വരച്ചിരിക്കണം. പിന്നെ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് എഴുതുക. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പ്രൊസീജിയറിൽ എഴുതുക. പിന്നെ നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്തത് അത് എഴുതുക. പിന്നെ ഒബ്സർവേഷൻ ടേബിൾ ഉണ്ടാവും. അതിൽ ഓരോ റീഡിങ് എടുക്കുമ്പോഴും ആ ടേബിളിൽ അതിൻ്റെ റീഡിങ് എഴുതുക. പിന്നെ പ്രിക്കോഷൻസ് എഴുതണം. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നിങ്ങൾ എഴുതുക. 2 പ്രാവശ്യം ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യണം. അതായത് 2 ലെങ്ത് ഉള്ള റെസിസ്റ്റൻ്റ് വയർ വെച്ച് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി ആ രണ്ടിൻ്റെയും മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ റീഡിങ് എത്രയാണ് കാണിച്ചത് എന്നുള്ള കാര്യങ്ങൾ കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതണം. പിന്നെ ലെൻസും മിററും ഒക്കെ യൂസ് ചെയ്ത് ഇമേജ് ഫോർമേഷൻ കാണിക്കാനായിട്ട് പറയും. 1/v 1/u ഗ്രാഫൊക്കെ വരയ്ക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനിലാണെങ്കിൽ. പിന്നെ ഇനി പ്രിസം ID കർവിലാണെങ്കിൽ ആ ഒരു പ്രിസത്തിൻ്റെ ഗ്രാഫ് ഉണ്ട്. ഒരു S ഷേപ്പ് ഗ്രാഫ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷനും തമ്മിലുള്ള ഗ്രാഫ്. ആ ഗ്രാഫ് നിങ്ങൾ അതിൽ വരയ്ക്കേണ്ടി വരും. പിന്നെ ടേബിളർ കോളം ഉണ്ട്, കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട് അതിൽ.
അപ്പോൾ ഇത്രയുമാണ് പ്രാക്ടിക്കൽ സൈഡിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഫിസിക്സിൻ്റെ +2 CBSE പ്രാക്ടിക്കൽസ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് ആൻസർ എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഓംസ് ലോ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്, വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് ഏതിലാണ് കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ഡയഗ്രാമും വരയ്ക്കേണ്ടതാണ്. ഓംസ് ലോ ചോദിക്കുകയാണെങ്കിൽ ഡയഗ്രാം എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു കണക്ഷൻ ഡയഗ്രാമാണ്. ഏതിലോട്ടൊക്കെ കണക്ട് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ആ ഒരു ഡയഗ്രാം നിങ്ങൾ വരയ്ക്കണം. എന്നിട്ട് ഓംസ് ലോ സിമ്പിളായിട്ട് സ്റ്റേറ്റ് ചെയ്യുക. ഓംസ് ലോയുടെ ആ ഒരു ഇക്വേഷൻ V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IR എന്ന് നിങ്ങൾ എഴുതുക. പിന്നെ R = V/I അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എഴുതി വയ്ക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല. ഫെബ്രുവരി 17 CBSE ക്ലാസ് 10, 12 ബോർഡ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് സയൻസ് ബാച്ചിൻ്റെ +2 ഫസ്റ്റ് പരീക്ഷ ഫിസിക്സ് ആണ്. ഫെബ്രുവരി 20 വെള്ളിയാഴ്ചയാണ്. സയൻസ് ബാച്ചിൻ്റെ ഫസ്റ്റ് എക്സാം ഫിസിക്സ് ആണ് +2. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കുറച്ച് ദിവസങ്ങളാണ് ഇനി എക്സാമിന് ബാക്കിയുള്ളത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.